മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതിയും മുഖ്യ സൂത്രധാരനുമായ തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് NIA. ഉടൻ തന്നെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. NIA ആസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ദില്ലിയിൽ നിന്ന് സ്വാതി, ഇപ്പോൾ തഹാവൂർ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും മുഖ്യ സൂത്രധാരനുമായിട്ടുള്ള തഹാവൂർ റാണയെയാണ് വൈകുന്നേരത്തോടെ ദില്ലി വിമാനത്താവളത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ വിമാനത്താവളത്തിൽ എത്തിയത്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ NIA ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഉള്ള പ്രാഥമിക വിവരങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് ദില്ലി പാലം വിമാനത്താവളത്തിലെത്തിയത്. റാണയ്ക്ക് സുരക്ഷയ്ക്കായി വിവിധ സേനകൾ, കമാൻഡോ അടക്കമുള്ള സേനകളെ വിന്യസിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നേരെ NIAയുടെ പ്രത്യേക കോടതിയിലേക്ക് തന്നെയായിരിക്കും റാണയുമായി പോകുന്നത്. അവിടെയും കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡി അടക്കം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഓൺലൈനായി തന്നെ ആയിരിക്കും ജഡ്ജിയുമായുള്ള സംവദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ചിത്രമടക്കമാണ് ഇപ്പോൾ NIA പുറത്തുവിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ദില്ലി വിമാനത്താവളത്തിലേക്ക് എത്തിയെങ്കിലും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കുറച്ച് വൈകിയിരുന്നു. ആ നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ NIA തന്നെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കനത്ത സുരക്ഷയാണ് ഇത് സംബന്ധിച്ച് ദില്ലിയിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റു നടപടിക്രമങ്ങൾ, അതായത് മറ്റ് ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കുമെന്നാണ് NIA ഇപ്പോൾ പറയുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡി നടപടിയിലേക്കൊക്കെ തന്നെ പോകേണ്ടതായിട്ടുണ്ട് എന്നും NIAയുടെ വൃത്തങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഭദ്ര. സ്വാതി, എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിൽ തന്നെയായിരിക്കും ഇനി വരും മണിക്കൂറുകളിലെ അന്വേഷണ നടപടികൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഒരു വ്യവസായിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതൊക്കെ തലത്തിൽ ഇനി ബന്ധങ്ങളുണ്ട് എന്നൊക്കെ കണ്ടെത്തേണ്ടതില്ലേ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് തന്നെയായിരിക്കും NIA പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക സംഘത്തെ, 12 അംഗ പ്രത്യേക സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിനായുള്ള പ്രത്യേക സെല്ലടക്കം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്ന് നേരത്തെ തന്നെ ഈ പ്രതി ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി, അതായത് US സുപ്രീം കോടതി ആ അപേക്ഷ തള്ളുകയും അതിന് പിന്നാലെയാണ് ഈ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ പാക് വംശജനും അമേരിക്കൻ പൗരനുമായിട്ടുള്ള മുഖ്യപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഈ ലഷ്കർ എ തോയ്ബയ്ക്ക് വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് എന്ന കുറ്റമാണ് ഇപ്പോൾ കനേഡിയൻ വ്യവസായി കൂടിയായിട്ടുള്ള റാണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇനി തേടേണ്ടതായിട്ടുണ്ട്. ലഷ്കർ എ തോയ്ബ, ISI ബന്ധം എന്നിവ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ തന്നെയായിരിക്കും ഇയാളിൽ നിന്ന് അന്വേഷണ സംഘം തേടുന്നത്. NIA അന്വേഷിക്കുന്ന കേസിൽ തന്നെ നരേന്ദ്ര മന്നെ പ്രത്യേക പ്രോസിക്യൂട്ടറായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നിരവധി കോണുകളിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക് NIA ഇപ്പോൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതി, നിലവിൽ റാണ എവിടെയാണ്? അതായത് ഈ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ കോടതിയിൽ ഹാജരാക്കുക? കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ അത് അത്ര സുരക്ഷ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അത് വളരെ രഹസ്യമായി തന്നെ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനത്ര വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടക്കം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം അടക്കം കൃത്യമായൊരു നിർദ്ദേശം ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രഹസ്യമായി തന്നെ ഈ പ്രത്യേക കോടതിയിൽ എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വളരെ രഹസ്യമായി നടത്തണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ വളരെ വൈകിയായിരിക്കും ഔദ്യോഗിക കുറിപ്പ് വഴി ഇവർ അറിയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ NIAയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായും 2008 രാജ്യത്തെ നടുക്കിയ ആക്രമണം, മുംബൈ ആക്രമണം ഉണ്ടായത്. 60 മണിക്കൂറോളമായിരുന്നു ആക്രമണം നീണ്ടു നിന്നത്. ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ
തഹാവൂർ റാണ എന്ന് പറയുന്ന ഈ ഭീകരൻ. എന്തായാലും ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം, പക്ഷേ അതിൽ നിന്ന് വ്യവസായിയായി കനേഡിയൻ പൗരത്വം അദ്ദേഹം സ്വീകരിക്കുന്നു. അതിനുശേഷം ഈ ഭീകരവാദ സംഘടനകളുമൊക്കെയായി ബന്ധം സ്ഥാപിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ NIA കൂടുതൽ തലത്തിലേക്ക് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനകം തന്നെ പാട്യാലയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഓൺലൈനായിട്ടായിരിക്കും. ആ വിവരങ്ങളൊക്കെ നമുക്കിനി അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും.